ഈ അടുത്ത് എൻ്റെ ഒരു ജർമ്മൻ സുഹൃത്ത് എന്നെ അവന്റെ വീട്ടിലേക്ക് ഒരു ഡിന്നറിന് ക്ഷണിച്ചിരുന്നു. അവന്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ മുത്തശ്ശനും അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 90 വയസ്സൊക്കെയുള്ള ഒരാൾ. ഡിന്നർ കഴിക്കുന്നതിനിടയ്ക്ക് ചർച്ച എങ്ങനെയോ ബ്രെഡുകളെ കുറിച്ചായി. ഒരുപാട് വെറൈറ്റി ബ്രെഡുകളുള്ള ഒരു രാജ്യമാണ് ജർമ്മനി. ഫ്രണ്ടിന്റെ മുത്തശ്ശന്റെ പരാതി ഇപ്പോഴത്തെ ബ്രെഡുകൾക്കൊന്നും അത്ര രുചി പോരാ, പണ്ടത്തെ ബ്രെഡുകൾക്കായിരുന്നു യഥാർത്ഥ രുചി എന്നൊക്കെയായിരുന്നു. പ്രത്യേകിച്ച് പണ്ട് ജർമ്മനിയിലെ ജ്യൂസ് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രത്യേകതരം ബ്രെഡിനെ കുറിച്ച് അദ്ദേഹം വാചാലനായി. ആ ബ്രെഡിന്റെ രുചി വർണ്ണിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കിട്ടു. 1940കളിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത് നാസികളുടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജ്യൂസിന് വേണ്ട ഫുഡ് ഉണ്ടാക്കിയിരുന്നത് കുറച്ച് ജ്യൂസ് തന്നെയാണ്. ജ്യൂസ് ഉണ്ടാക്കുന്ന ആ ബ്രെഡ് നാസി പട്ടാളക്കാർ എടുത്തുകൊണ്ടുവന്ന് കോമ്പൗണ്ടിൽ ജോലി ചെയ്യുന്ന മറ്റു ജ്യൂസിന് എറിഞ്ഞു കൊടുക്കുന്നത് കുട്ടിയായിരുന്നപ്പോൾ ഇയാൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. നാസി പട്ടാളക്കാർ ബ്രെഡ് എറിയുമ്പോൾ അത് താഴെ വീണ് അതിൽ പറ്റുന്ന മണ്ണൊന്നും നോക്കാതെ അത് ഓടിച്ചെന്നെടുത്ത് ആ ജ്യൂസ് കഴിക്കുന്നത് ഇയാൾ കണ്ടിട്ടുണ്ട്. അതവർ കഴിക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് അത് കണ്ട് വല്ലാതെ കൊതി തോന്നുമായിരുന്നത്രേ. ആ കൊതി കാരണം അന്ന് അത്ര അവൈലബിൾ അല്ലാതിരുന്ന ആ ബ്രെഡ് ഇയാൾ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് കഴിക്കുമായിരുന്നത്രേ. ജർമ്മനിയുടെ ഇന്നത്തെ സാമൂഹികാവസ്ഥ അറിയുന്ന ഒരാളാണെങ്കിൽ അറിയാം, റൈറ്റ് വിങ് ചായ്വുള്ള ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെയൊരു അനുഭവം ഒരു ഗസ്റ്റിനോട് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഫ്രണ്ടിന്റെ മുത്തശ്ശന്റെ അനുഭവം ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണ്. എന്നാൽ അങ്ങനെ ഒരു അനുഭവം അയാൾക്ക് ശരിക്കും ഉണ്ടെന്ന് കരുതുക. എന്തുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇപ്പോൾ അത് പറയാൻ അയാൾ മടിക്കും, അല്ലെങ്കിൽ മടിക്കണം? കാരണം ഒരു കൂട്ടം മനുഷ്യരെ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ അയാളുടെ അച്ഛനടക്കം ട്രീറ്റ് ചെയ്തതോർത്ത് അയാൾ ശരിക്കും ലജ്ജിക്കുകയാണ് വേണ്ടത്. അയാൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ അയാൾക്ക് തോന്നിയത് എന്തോ ആയിക്കോട്ടെ. എന്നാൽ ഇന്ന് ആ സംഭവം ഓർക്കുമ്പോൾ ആ ബ്രെഡിന്റെ രുചിയല്ല അയാളുടെ മനസ്സിലേക്ക് വരേണ്ടത്. കുറച്ചെങ്കിലും ബുദ്ധിയും ബോധവും സഹാനുഭൂതിയുമുള്ള ഒരാളാണെങ്കിൽ അന്ന് ജ്യൂസിനെ ജർമ്മൻസ് ട്രീറ്റ് ചെയ്തിരുന്ന രീതി ഓർത്ത് സങ്കടവും ദേഷ്യവും നാണക്കേടും ഒക്കെയാണ് തോന്നേണ്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും. കൃഷ്ണകുമാറിന് തന്റെ വീട്ടിലെ പണിക്കാർ മണ്ണിൽ കുഴികുത്തി ഭക്ഷണം കഴിച്ചത് കണ്ടപ്പോൾ ആ ചെറിയ പ്രായത്തിൽ എന്തു തോന്നി എന്നതല്ല വിഷയം. എന്നാൽ ഇപ്പോഴും അയാളുടെ ഫാമിലി അടക്കം പരിപോഷിപ്പിച്ചിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഒരു നാണവുമില്ലാതെ സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ഹൈലൈറ്റ് കഞ്ഞി സ്നേഹമാകുന്നു എന്നതൊക്കെയാണ് പ്രശ്നം. ശരിക്ക് അന്നത്തെ ആ സംഭവം ഓർക്കുമ്പോൾ തന്റെ വീട്ടുകാരും അങ്ങനെ ചെയ്തിരുന്നു എന്നോർത്ത് നാണക്കേട് തോന്നുകയാണ് വേണ്ടത്. ഇനി അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ഇതിനെ വളരെ ഫൂളിഷായി ന്യായീകരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അവരുടേത് ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അങ്ങനെ 19 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പ്ലേറ്റുകളൊന്നും ഒരുമിച്ചുണ്ടാകില്ല. അത് കാരണമാണ് അന്ന് പണിക്കാർക്ക് മണ്ണിൽ കുഴി കുത്തി ഭക്ഷണം കൊടുത്തിരുന്ന ആ സെറ്റപ്പ് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്നയാൾ ചിന്തിക്കേണ്ട ഒരു സിമ്പിൾ കാര്യം, ഈ 19 പേരെന്ന് പറയുന്നത് സോ കോൾഡ് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് പകരം നായന്മാർ അല്ലെങ്കിൽ നമ്പൂതിരിമാരായിരുന്നെങ്കിലോ? ഒരു നായർ കുടുംബത്തിലെ ഫംഗ്ഷന് എന്തായാലും 19 നായന്മാരൊക്കെ വരുമല്ലോ. അപ്പോൾ ഇവർ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് വരുന്ന നായന്മാർ മണ്ണിൽ കുഴികുത്തിയാണോ ഭക്ഷണം കഴിച്ചിരുന്നത്? കുറച്ച് ചിന്തിച്ചാൽ വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ പ്രിവിലേജിന്റെ പല്ലക്കിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ചിന്തിക്കേണ്ടി വരുമെന്ന് മാത്രം. ഇതാണ് ജാതി വ്യവസ്ഥയുടെ ഒരു പ്രശ്നം. തെറ്റ് ചെയ്തവർക്ക് ഒരു നാണക്കേടും തോന്നില്ല. മുൻ തലമുറയിലുള്ളവർ ചെയ്ത ആ തെറ്റ് ഒന്നുകിൽ ഇൻവിസിബിൾ ആണ്, അല്ലെങ്കിൽ നോർമൽ ആണ്. ഉദാഹരണത്തിന് സ്വന്തം അമ്മയെ തല്ലുന്നതിനിടയ്ക്ക് അച്ഛൻ കൊണ്ടുവന്ന നെയ്യപ്പത്തിന്റെ രുചി ആസ്വദിക്കാനോ പിന്നീട് അത് നൊസ്റ്റാൾജിക്കായി പറയാനോ അമ്മയോട് സ്നേഹമുള്ള മക്കൾക്ക് കഴിയില്ല. ഈ ജാതി വ്യവസ്ഥയുടെ കാര്യത്തിൽ സ്വന്തം വീട്ടുകാർ മറ്റു ചില മനുഷ്യരെ പോലെ പോലും അല്ലാതെ കണ്ടിരുന്നത് അവർ ഏതോ ചില ആളുകളായതുകൊണ്ട് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ആ കഞ്ഞിയുടെ നൊസ്റ്റാൾജിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. മണ്ണിൽ കുഴികുത്തി കഞ്ഞി കുടിച്ച ആളുകളുടെ കുറെ നൊസ്റ്റാൾജിയും വായിക്കാൻ പറ്റും. അതൊക്കെ വായിച്ചാൽ ആ കഞ്ഞിയുടെ ടേസ്റ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ആ അനുഭവങ്ങളൊക്കെ എന്ന് ചിലപ്പോൾ മനസ്സിലായേക്കും. ഇനി അടുത്ത് കേട്ട അടുത്ത മണ്ടത്തരങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ സ്വാസികയിൽ നിന്നാണ്. സ്വാസികയുടെ ഇത്തവണത്തെ മൊഴിമുത്ത് നമുക്കൊന്ന് കേട്ടുകളയാം. അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു. പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കുക, അങ്ങനത്തെ ഒരുപാട് സിമ്പിൾ അല്ല, അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ്. അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷമാണ്. അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്ന സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ആ വരുന്നുണ്ടല്ലോ, അത് വരുന്നു, ആ സെയിം ആളുടെ കടിച്ചടന്ന് അത് പാമ്പ് വിഷം ഇറക്കുന്നു, എന്നിട്ട് പാമ്പ് തിരിച്ചു പോകുന്നു. ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ കത്തും എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നന്നായി ഓടുന്ന ഒരു കഥയാണ് ഈ കടിച്ച പാമ്പിനെ തിരിച്ചു കൊണ്ടുവരുന്ന വൈദ്യനും തിരിച്ചു വന്ന് വിഷം കുടിക്കുന്ന പാമ്പുമൊക്കെ. ഈ തൊഴുത്ത് പിന്നിൽ നിന്ന് കത്തുന്നതൊക്കെ സ്വാസിക കയ്യിൽ നിന്നിട്ടതാണെന്ന് തോന്നുന്നു. കുറച്ച് ഓവറാക്കിയാലല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ. എന്നാലും ഇത്ര പ്രായമൊക്കെ ആയിട്ടും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന സ്വാസിക എത്ര നിഷ്കളങ്കയായിരിക്കണമല്ലേ. പക്ഷേ ഈ സംഭവം ശരിക്കും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. എന്റെ അമ്മ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്, മുത്തശ്ശിയുടെ തറവാട്ടിൽ നടന്നതാണ്, വകയിലെ അമ്മാവിന്റെ അച്ഛനാണ് ഈ വൈദ്യൻ എന്നൊക്കെയായിരിക്കും ഇവർ പറയുക. സ്വാസികയെ പോലുള്ളവരുടെ പ്രശ്നം, ഇവർ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഒരു ഓപ്ഷൻ ഒഴികെ മറ്റെല്ലാ ഓപ്ഷൻസും ഇവർ കൺസിഡർ ചെയ്യും. ഇവർ കൺസിഡർ ചെയ്യാത്ത ആ ഒരു ഓപ്ഷൻ മറ്റേയാൾ നുണ പറയുകയായിരിക്കും എന്ന സത്യമായ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇങ്ങനെ എത്ര അന്ധവിശ്വാസങ്ങൾ സ്വാസികയെ പോലുള്ളവർ കാരണം നമ്മുടെ ഇടയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ടാകും. അപ്പൊ എന്താണ് ഈ രണ്ട് സംഭവങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.